ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല സിമ്പിളായിട്ടുള്ളൊരു ബിരിയാണി തയ്യാറാക്കിയാലോ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. എന്നാൽ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടിട്ട് വന്നാലോ. ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടി എടുത്തേക്കുന്നത് ബസ്മതി അരിയാണ്. 1 കിലോ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് സ്പൈസസ് ആട്ടോ വേണ്ടത്. അതിന് വേണ്ടി നമ്മൾ എടുത്തേക്കുന്നത് ഏലക്ക എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കറുവപ്പട്ട എടുത്തിട്ടുണ്ട്, അതിന് കറുവപ്പട്ടയുടെ ഇല എടുത്തിട്ടുണ്ട്, കത്രിപ്പൂ എടുത്തിട്ടുണ്ട്, ഗ്രാമ്പു, കുറച്ച് കുരുമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് കശുവണ്ടി മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നാടൻ നെയ്യാട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. അരി നമുക്ക് ആദ്യം തന്നെ നല്ലതുപോലെ ഒന്ന് കഴുകാം കേട്ടോ. കഴുകി വൃത്തിയാക്കി ഒരു 5 മിനിറ്റ് വെള്ളത്തിനകത്ത് നമുക്ക് കുതിർത്തിടാം. ആ സമയം കൊണ്ട് നമുക്ക് സബോള നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചട്ടി അടുപ്പയിൽ വെക്കാവേ. ചട്ടി എന്ന് പറഞ്ഞാൽ ചെറിയ അത്യാവശ്യം മുഴുത്തൊരു കലം പോലത്തെ കേട്ടോ എടുത്തേക്കുന്നത്. ഇനി അതിനകത്ത് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കാവേ. അത്യാവശ്യം മുഴുത്തൊരു സ്പൂണിനകത്ത് നമ്മൾ 2 ടീസ്പൂണ് നെയ്യ് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവേ. എന്നിട്ട് നമുക്ക് ആദ്യം ഇതിൻ്റെ സ്പൈസസ് ഒക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ആദ്യം തന്നെ നെയ്യ് നല്ലതുപോലെ ചൂടായി കഴിഞ്ഞു. ഇനി നമുക്ക് എടുത്തു വെച്ചേക്കുന്ന സ്പൈസസ് ഇതിനകത്തോട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. തിളക്കി സ്പൈസസ് എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളൊരു 1 കിലോ എന്ന് വെച്ച് 2 കപ്പ് അരിയാണ് എടുത്തേക്കാം. അപ്പോൾ 4 കപ്പ് വെള്ളമായിട്ടോ നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്ക് 4 കപ്പ് വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാവേ. ഇതിനകത്തേക്ക് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നാരങ്ങാനീര് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവേ. ചോറ് നമുക്കിതിനകത്ത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 മുറി നാരങ്ങാനീര് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഓയിലിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഓയിലോ നെയ്യോ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ, കുഴപ്പമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നാരങ്ങാനീര് ഓയിലും കൂടെ ചേർത്ത് കഴിയുവാണെങ്കിൽ ചോറ് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ നമുക്ക് ഫ്ലേവറിന് വേണ്ടി കുറച്ച് വാനിലയുടെ എസൻസോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണ് എസൻസ് വേണ്ടത് അത് ഇതിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊരു 1 ടീസ്പൂൺ, ചെറിയൊരു ടീസ്പൂണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനി നല്ലതുപോലെ വെള്ളം ഒന്ന് തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോഴത്തേനും നമുക്കിനി ആ സമയം കൊണ്ട് നമുക്കിനി സബോളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാവേ. സബോള ചെറുതായി അരിഞ്ഞെടുത്ത സബോളയാണ്. അത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കാം. ആ നേരം കൊണ്ട് വെള്ളം ഇതാ നല്ലതുപോലെ തിളച്ചു. പിന്നെ കഴുകി വച്ചേക്കുന്ന അരി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുക്കാം. നമ്മൾ കഴുകി വെച്ചേക്കുന്ന അരി ഇട്ട് കൊടുത്തു. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വയ്ക്കാം. ആ സമയം കൊണ്ട് സബോള നല്ലതുപോലെ ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാവേ. കരിഞ്ഞു പോവരുത്, വേഗം നമ്മളതിനകത്തുനിന്ന് മാറ്റണം. നമുക്ക് സബോള വറുത്ത അതേ ഓയിലേക്ക് തന്നെ നമുക്ക് കശുവണ്ടി ഇട്ട് കൊടുക്കാം കേട്ടോ. കശുവണ്ടി ഇപ്പോൾ ഇങ്ങനെ വന്നെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കശുവണ്ടി ഒന്ന് കഴുകിയെടുത്തേ. നമ്മൾ ആ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതാണല്ലോ കശുവണ്ടി, അപ്പോൾ നല്ല ഫ്രഷ് ഒന്നും ആയിരിക്കുകയില്ല. അതുകൊണ്ട് കശുവണ്ടി നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ട് വേണം നമുക്കൊന്ന് വറുത്തെടുക്കാം. അതുപോലെ തന്നെ കശുവണ്ടി വറുത്തെടുത്തു. ഇനി അതേ ഓയിലേക്ക് തന്നെ മുന്തിരിക്കയും കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ചോറ് നല്ലതുപോലെ വെന്ത് ഒന്നിനൊന്നിന് പിടിക്കാതെ രീതി കിടപ്പുണ്ട്. നല്ല പോലെ അരി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പതിയെ ദമ്മിടാം.
നമുക്ക് ഇതിനകത്തുനിന്ന് കുറച്ച് ചോറ് മാറ്റി വെക്കാം കേട്ടോ. ദമ്മിടാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം. ദമ്മിടാം കേട്ടോ. അതിന് വേണ്ടി നമുക്ക് ലേശം മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കളറിന് വേണ്ടി ഒരു 1-2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളം കേട്ടോ. അത് കഴിഞ്ഞ് ലേശം 1 ടീസ്പൂൺ നെയ്യ് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ലേശം ഗരം മസാല ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അധികം ചേർക്കുന്നില്ല, ബിരിയാണി മസാല ഇല്ലാത്തതുകൊണ്ട് ഗരം മസാലയാണ് അതൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂണാണ്. അത് കഴിഞ്ഞ് നമ്മൾ വറുത്ത് കോരി വെച്ചേക്കുന്ന കശുവണ്ടി മുന്തിരിങ്ങയും പിന്നെ വറുത്ത് കോരി വെച്ചേക്കുന്ന സബോളയും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ബാക്കി വന്ന ചോറും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്ത് അതുപോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ദമ്മിൻ്റെ എല്ലാം റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് നല്ലതുപോലെ അടച്ച് വെച്ചിട്ട് എന്തെങ്കിലും ഒരു വെയിറ്റുള്ള സാധനം അതിൻ്റെ മേളിൽ വെച്ച് എയർ പുറത്ത് പോകാത്ത രീതി വെക്കാം കേട്ടോ. ഞാനൊരു 1/2 കിലോ പിള്ള എടുത്ത് മേളിൽ വെച്ചു. അങ്ങനെ നമ്മുടെ ദമ്മൊക്കെ നമ്മൾ തുറന്ന് നോക്കി. നല്ല മണം ഉണ്ടായിരുന്നേ, അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു പുതിയൊരു വിഭവമായി വീണ്ടും വരുന്നത് വരെ ബൈ.